സുഖല്ലേ? ഇനി മസ്സേജ് പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് അന്ന് വളരെ കാഷ്വലായിട്ടുള്ള ഒരു സംസാരമായിരിക്കും ഇൻഷാ അല്ലാ. ചില വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സൈക്കോളജി ഫീൽഡിലാണ് അൽഹംദുലില്ലാ. അതിൽ നമുക്ക് കൗൺസിലിംഗ് കേസുകൾ കിട്ടാറുണ്ട്. ഒരു മെസ്സേജ് ഉണ്ട് എൻ്റെ ഫോണിലിപ്പോൾ. ഞാനത് ഭയങ്കര ലോങ് മെസ്സേജാണ്. ഒരു 43 വയസ്സുള്ള ഒരു പെണ്ണ് അയച്ചതാണ്. വളരെ ലോങ്ങാണ്. ഞാൻ വളരെ ബ്രീഫാക്കി എന്താ അതിൽ പറയുന്നതെന്ന് പറയാം. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങൾ സഹായിക്കണം. വളരെ സഫക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ. ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത് ഡിവോഴ്സ് ചെയ്യാൻ എങ്ങനെയാണ് അതിൻ്റെ ഇസ്ലാമിക മാനദണ്ഡ വിധി നിങ്ങളൊന്ന് പറഞ്ഞു തരണം. എനിക്ക് 3 മക്കളുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 20 കൊല്ലത്തോളം ഈ മാരേജിൽ നിന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് നിൽക്കാൻ കഴിയുന്നില്ല. കരയാതെ ഞാൻ ഉറങ്ങാറില്ല. ഇന്നിങ്ങനെ കുറേ ഭയങ്കര ലോങ് ആയിട്ടുള്ള മെസ്സേജ്. അപ്പോൾ ഞാൻ റെസ്പോൺസ് കൊടുത്തു. ഞാൻ ചോദിച്ചു എന്താണ് ഇഷ്യൂ? ഹസ്ബൻഡ് നിങ്ങൾക്ക് ഫിനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. അവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മക്കൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. എന്ന് ചോദിച്ചു വേറെന്താണ് പ്രശ്നം? മദറിനിലോ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ചെറുതായിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ മൊത്തമായിട്ട് ബാധിക്കുന്നൊരു ഇഷ്യൂ ഒന്നും അങ്ങനെ ആയിട്ടില്ല. ചെറിയ അവിടെ ഇവിടെയൊക്കെ ഒരു ഫ്രിക്ഷൻ അതുണ്ടാവും, പക്ഷെ അതല്ല, അതിൽ കൂടുതൽ വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. വേറെ എന്താണ് സാധ്യതയുള്ളത്? ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ കുറേ ഏരിയാസിൽ ഇപ്പോൾ നമ്മൾ കല്യാണം, മാരിറ്റൽ കൗൺസിലിങ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നുമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ പെണ്ണിങ്ങനെ കുറേ കരയാൻ തുടങ്ങി. നമുക്ക് കൗൺസിലിംഗ് എടുക്കുമ്പോൾ ഞാൻ മെയിലാണെങ്കിൽ വീഡിയോ കൗൺസിലിംഗ് ആയിരിക്കും, ഫീമെയിൽസ് ആണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഓഡിയോ മെസ്സേജ്. അപ്പോൾ അതിൽ ഓഡിയോയിൽ ഇവർ വീസ് ചെയ്യുന്ന, സഫക്കേറ്റ് ചെയ്യുന്നൊരു, അതായത് ശ്വാസം മുട്ടിയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം അവർ പറയാണ് 20 കൊല്ലമായിട്ട് എൻ്റെ പുതിയാപ്പിള, എൻ്റെ ഭർത്താവ് എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ മൈൻഡ് ചെയ്യാറില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ നേരെ മുപ്പരെ ഫോണിൽ ഇങ്ങനെ തോണ്ടലായിരിക്കും, അല്ലെങ്കിൽ നേരെ നെറ്റ്ഫ്ലിക്സിൽ എന്തൊക്കെ കാണലാണ്. അങ്ങനെ കുറേ സംഭവം. ഞാൻ ഡയറക്റ്റ് ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡിനെ വിളിച്ച് മൂപ്പർക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ട് എന്ന് തന്നെ അറിയില്ല. മൂപ്പര് പറയണത് മൈ വൈഫ് ഈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഇറ്റ് വാസ് അസ്റ്റോണിഷിങ്. ഞാൻ വേറൊരു കേസ് പറയാം. 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്. കുട്ടികളിങ്ങനെ വളർന്നു വരുമ്പോൾ ദേ ആർ ആക്ച്വലി ഇൻ സെർച്ച് ഓഫ് ദംസെൽഫ്. ദേ ആർ ട്രൈങ് ടു സീക്ക് ഹൂ ദേ ആർ. ഒരു 18-19 വയസ്സാവുന്നതോടുകൂടി അവരുടെ പേഴ്സണാലിറ്റി ഫുള്ളായിട്ട് മോൾഡായി അത് ഡെവലപ്പായി വരുന്നുള്ളതാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി പറയുന്നത്. പക്ഷേ 21 വയസ്സിലൊക്കെയാണ് ശരിക്കും ഒരു കോഗ്നിറ്റീവ് എഫിഷ്യൻസി ഫുള്ളായിട്ട് ഒരു മനുഷ്യനെത്തുക. ജനറലി അതിന് മുന്നെത്തുന്ന ആളുകളുണ്ട്, ലേറ്റ് ആവുന്ന ആളുകളുണ്ട്. ഈ കുട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിബല്യസാണ്. ഉപ്പ പറയുന്നത് കേൾക്കും, പക്ഷെ ഉമ്മ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, സിസ്റ്റേഴ്സ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, ഓണ്ടുകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെതിരെ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു. ഇവന് ശരിക്കും ഞാൻ കൗൺസിലിംഗ് ഓൺലൈനാണ്, ഓഫ്ലൈൻ ചില സമയങ്ങളിൽ എടുക്കാറുണ്ട്. പിന്നെ കൗൺസിൽ റൂമിൽ എന്നിട്ട് നമ്മൾ മുന്നിൽ ഇരിക്കണത് തന്നെ ഭയങ്കര ഒരു സംഭവമായിട്ട് മുന്നിലിങ്ങനെ ഇരുന്ന് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ സംസാരിച്ചു വന്നു. അവർ പെർസ്പെക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ ശ്രമിക്കുകയാണ്. അതിൽ പിന്നെ നിരന്തരം കോട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അതായത് അവൻ്റെ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ, റോൾ മോഡൽ എന്ന നിലയ്ക്ക് കോട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കയ്യും നിൽക്കണം. ആൻഡ്രൂ ടേറ്റ് കേട്ടിട്ടുണ്ടോ? അവനിങ്ങനെ ഏതോ സഹാബിമാരെ പറ്റി പറയുന്ന കാര്യമാണ് ചെങ്ങി പറയണേ. ഞാൻ അതോ ഞാൻ അറിയാത്ത റളിയല്ലാഹു അൻഹു പറയുന്നുള്ള എനിക്ക് മനസ്സിലായി തോന്നി. ഭയങ്കര രീതിയിൽ ആൻഡ്രൂ ടേറ്റ് സംസാര ശൈലി അടക്കം ഏതോ ആ മൊഡാലിറ്റിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ ഡിജിറ്റൽ യൂസേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒന്ന് സ്കൂളിൽ നിന്ന് നേരെ വിട്ട് കഴിഞ്ഞാൽ അവന് റെഡിറ്റ് അറിയില്ല. റെഡിറ്റിൽ മാനോസ്ഫിയറിൽ വരുന്ന ചില മെനിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ബാസിലിക്ക് അവിടെ ഫെമിനിസത്തെ പറ്റി പറഞ്ഞല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാധനമുണ്ട് മെനിനിസം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആണാവണമെങ്കിൽ എന്താണ്, ഞാൻ ഇന്നതൊക്കെ ചെയ്യണം. എൻ്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയൊക്കെ ടോപ്പായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഒരു ആണായിട്ട് ഞാൻ അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ഇതിലൂടെ. ആ കുട്ടി വളർന്നു വരികയാണ്. എനിക്കൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ആൻഡ്രൂ ടേറ്റ്, ഞാൻ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രൂ ടേറ്റ് ഈ പോഡ്കാസ്റ്റിൽ ഇന്നത് പറഞ്ഞിട്ടില്ല. കാരണം നമ്മളിങ്ങനെ
ഇഖ്തിലാഫുള്ള ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഇമാം ബുഖാരി ഈ ഹദീത്ത് അങ്ങനെ പറഞ്ഞൊക്കെ പറയുന്നത് സുബ്ഹാനല്ലാഹ്. ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. പക്ഷെ അവൻ്റെ മാത്രം ഇഷ്ടമില്ല, അവൻ്റെ ഫ്രണ്ട്സ് മൊത്തം ഇതിലുണ്ട്. റെഡിറ്റിൽ ഇങ്ങനെ സംസാരിക്കുന്ന എന്താണ്, വുമൺ പെണ്ണുകൾ എന്ന് പറഞ്ഞത് അവരിതാണ്, യുനോ ദേ ഓൺലി നീഡ് മണി, നമ്മളിങ്ങനെ ആവണം അങ്ങനെ ആവണം, മാട്രിക്സിൽ നിന്ന് പുറത്തു വരുന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര ശരിക്കും ചിരി, പക്ഷെ അവനെ മുന്നിൽ ചിരിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ പിടിച്ചത് ഞാനോട്ട് സംസാരിക്കാൻ നോക്കി സുബ്ഹാനല്ലാഹ്. അത് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ ഒരു കേസ് പറയാം. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്, ഞാൻ പറയൂല. ഒരു അമാനത്താണ്, പ്രൈവറ്റായിട്ട് സംഭവമാണ്. അപ്പോൾ അത് ഗിവ് യു സം ഇൻഫർമേഷൻ. ട്രിവാൻഡ്രത്തുനിന്നാണ്. ആൾക്ക് 39 വയസ്സുണ്ട്. മൂപ്പരുടെ വൈഫാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഫാമിലി ഇഷ്യൂ പറയുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, കാരണം ഖിവാമത്തിൻ്റെ ഇപ്പോൾ റിജാലു ഖൗമുന അല നിസാ ബിമാ ഫളലല്ലാഹു ആയത്തുണ്ടല്ലോ, അതിൽ വളരെ കൃത്യമായിട്ട് മെൻ ആർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊവൈഡിങ് ആണ് ശരിക്കും ആദ്യം ഫോക്കസ് ചെയ്യുന്ന ഏരിയ അതാണ്. കാരണം സ്ത്രീകൾക്ക് ദേ ലുക്ക് ഫോർ 3 തിങ്സ്: സേഫ്റ്റി, സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി. ഈ 3 സാധനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ വെൽ ഓഫ് ആകണം എന്നല്ല, ബട്ട് ഒരു സ്റ്റെബിലിറ്റി ജീവിതത്തിൽ വേണം. ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാണ്. അവരോർമ്മ യെസ്, അതാണ് പ്രശ്നം. അതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആണൊരു ഗെയിമറാണ്. ഇപ്പോൾ ഒരു രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഗെയിംസിൽ വരും, പബ്ജിക്ക് മനസ്സിലായി, പക്ഷെ അതല്ലാതെ വേറെ കുറേ എന്തൊക്കെ ഗെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഗെയിമത്തോൺസ് ആണ് പറയാം, ഗെയിമിംഗ് ടൂർണമെൻറ്റ്സ്, ഫുൾ ഗെയിമിംഗ് ഫോക്കസ് ചെയ്തിട്ട് രാവിലെ മുതൽ രാത്രി വരെ അതാണ് പണി. വൈഫ് എന്താണ് പുറത്ത് പോയി നേഴ്സാണ്, പാവം, അവളിങ്ങനെ വർക്ക് ചെയ്തിട്ട് വീട്ടിലിങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ നോക്കണം. എന്നിട്ട് മുമ്പ് രാവിലെ സൊമാറ്റോയിൽ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് പെപ്സിയും സാധനപ്പൊക്കെ കുടിച്ചിട്ട് സാധനം ഇങ്ങനെ അവിടെ വെക്കും. ഇവള് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഫുള്ള് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഇങ്ങനെ കാണും. അതാണ് മൂന്നാമത്തെ വിഷയം. ഈ 3 കേസുകളും ഈവൻ ദോ ഇറ്റ് ലുക്സ് വെരി ഡിഫറെൻറ്റ്, ദർ ഈസ് എ ക്ലിയർ കട്ട് പാറ്റേൺ ഇൻ ഇറ്റ്. ദ ക്രൈസിസ് ഓഫ് മാസ്കുലിനിറ്റി ഭയങ്കര ഒരു ക്രൈസിസാണ്. പ്രത്യേകിച്ച് ഈ 18 വയസ്സ്, 19, 20, 21, 22, 23, 24, 25 ഈ പ്രായത്തിനിടയിൽ ദേ ആർ ട്രൈങ് ടു നാവിഗേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൂ ഐ ആം ആൻഡ് വാട്ട് ഈസ് മാസ്കുലിറ്റി. അത് അറിയാത്തത് കൊണ്ട് ദേ ആർ ജസ്റ്റ് ഡ്രിഫ്റ്റിംഗ് ത്രൂ ലൈഫ്. ഒരു പ്രോപ്പറായിട്ടുള്ള എയിമില്ല. ദേ ഡോണ്ട് ഹാവ് ഡ്രീംസ്, ദേ ഡോണ്ട് ഹാവ് വിഷൻസ്, ദേ ഡോണ്ട് ഹാവ് മിഷൻസ്, ദേ ഹാവ് നത്തിങ് എൽസ് ടു ഫോക്കസ് ഓൺ. വെറുതെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. അഡിക്റ്റഡ്, ലിറ്ററലി ഡിജിറ്റൽ അഡിക്ഷൻ. ശരിക്കും പ്രോപ്പറായിട്ടുള്ളൊരു എയിമില്ലാത്തത് കൊണ്ടാണ്. ആൻഡ് ലിവിങ് ലൈഫ് ഡ്രിഫ്റ്റിംഗ് ത്രൂ ഇറ്റ്. അവന് ഭൂമിയിൽ ജനിച്ചു, കുറേ കാലം അതും ഇതും കുടിച്ചു, കണ്ടു, ചെയ്തു, ജീവിച്ചു, മരിച്ചു, ആളുകൾ അവനെ ഓർമ്മിക്കുന്നില്ല. ഹി ബിക്കംസ് ഫോർഗോട്ടൺ ഇൻ ലൈഫ്. കുറേ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നതാണ്. ആ അവസ്ഥയിൽ ദി ആൻസർ ഈസ് നോട്ട് ഗോയിങ് ടു ദി അതർ എക്സ്ട്രീം. അതർ എക്സ്ട്രീമിൽ പോയിട്ട് എന്താണ്, ഭയങ്കര മെനിനിസ്റ്റ് കൾച്ചറിൽ പോലല്ല. ദർ ഇസ് എ മിഡ് പോയിന്റ്. അതാണ് ഇസ്ലാമിൻ്റെ ഖിവാമത്തിൻ്റെ കോൺസെപ്റ്റ്. അർ-റിജാലു ഖവ്വാമൂന അല നിസാ, men are the protectors and maintainers of women. അത് ശരിക്കും ഇറ്റ്സ് എ റോൾ ഓഫ് റെസ്പോൺസിബിലിറ്റി. അതെന്നുള്ള ശരിക്കും ഒരു മെച്യൂരിറ്റി. നമ്മൾ ലൈഫിൽ മെച്യൂർഡ് ആവണമെന്ന് പറയണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഓൺ ദ റെസ്പോൺസിബിലിറ്റി. എനിക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കേസ് കിട്ടിയത്. സ്ഥലം പറയുന്നില്ല, കാരണം നമ്മൾ സർക്കിളിലുള്ള ഒരാളാണ്. എനിക്ക് കൂടുതൽ ആലോചിക്കരുത്, ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല. ബട്ട് ദെൻ അദ്ദേഹം മെസ്സേജ് പറയുന്നത് മൂപ്പരെ കംപ്ലയിൻ്റ് ഇതാണ്, എനിക്ക് മെച്യൂരിറ്റി ഇല്ല എന്നൊരു ഫീലുണ്ട്. അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ, മൂപ്പരെ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയുണ്ട്. കമ്പനിയിൽ ആളുകൾ പറയുന്നുണ്ട് മൂപ്പരെ സംസാരം ഇടയ്ക്ക് എന്താണ്, നമുക്ക് കുറച്ച് മെച്യൂർഡ് ആയിക്കൂടെ എന്നുള്ള ഒരു ഫീലിംഗ് വരെയാണ്. വൈഫും പറയുന്നുണ്ട് കുറച്ച് മെച്യൂർഡ് ആയിക്കൂടെ. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ സിഗ്നിഫയർ ഓഫ് ദി ക്രൈസിസ് ഓഫ് മാസ്കുലിനിറ്റി. അൺഅഡ്രസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഫെമിനിസം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഈ ഇഷ്യൂവിൻ്റെ ഒരു ഫോക്കസ് ഉണ്ട്. ബട്ട് മെനിനിസം ശരിക്കും ആ ഒരു ഫോക്കസിൽ നിന്ന് കുറേ വ്യതിചലിച്ച് പോയിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ, ആൻഡ് ദ സൊല്യൂഷൻ ഈസ് ഡിസ്കവറിങ് ഖിവാമ, നോബിൾ മാസ്കുലിനിറ്റി ഇൻ ഇസ്ലാം. അത് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അത് ശരിക്കും തുടങ്ങുന്നത് തന്നെ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. 20 വയസ്സായിട്ട് 21 വയസ്സായിട്ട് കുട്ടികൾ മാറിയിട്ടില്ലെങ്കിൽ then subhanallah that in of itself is a problem. എന്താണ് ഈ കുട്ടികളി എന്ന് പറഞ്ഞാൽ? കുട്ടിത്തം പ്രശ്നമാണോ? പ്രശ്നമല്ല. കുട്ടിക്കളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ ആരെയും പറഞ്ഞാൽ കുട്ടിക്കളി എന്ന് പറഞ്ഞാൽ എന്താണ്? കെയർലെസ് ആവുക. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. പിന്നെ തീരെ
ഇടയ്ക്ക് സീരിയസ്നെസ് കുറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ പറ്റി പറയുന്നത് ഭയങ്കര സംഭവമാണത്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിത്വം തന്നെ വേറെ ആയിരുന്നു. അതായത് ചില ആളുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു ഓറ രസമുണ്ടല്ലോ, അതൊരു ഫീലിംഗ്. ഇൻസ്റ്റഗ്രാമിൽ ടൈപ്പ് ചെയ്യുന്ന ഓറ +100 അല്ല പറഞ്ഞത്. അത് ഒരു വ്യക്തിത്വമുണ്ട്, ഒരു തേജസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അത് മലയാളത്തിലുണ്ടല്ലോ. അത് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ അൻസമിൻ്റെ അലിയൻ സംസാരിച്ചില്ല, അൻസമിൻ്റെ ഉപ്പ അവിടെ ട്രെയിനിങ് കോളേജിൽ ഹി വാസ് ആക്ച്വലി എ പ്രൊഫസർ ഓവർ ദർ. ഞാൻ അവരുടെ ഉപ്പയാണ് നമുക്കൊരു ഐഡിയ ഇല്ല. അദ്ദേഹം ഭയങ്കര നീളം ജുബ്ബ ഇട്ടിട്ട് തൊപ്പി വെച്ചിട്ട്, ഞാനിവിടെ കോളേജ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വ്യക്തി അസ്ഹറിലേക്ക്, മസ്ജിദ് അൽ അസ്ഹറിലേക്ക് ഇങ്ങനെ നടന്നു പോയതായിട്ട് എനിക്കൊരു ഓർമ്മ. ഞാൻ ആളെ കണ്ടിട്ടില്ല, ദൂരത്ത് നിന്ന് ഇങ്ങനെ വീക്ഷിച്ചു. ഭയങ്കര ക്യൂരിയോസിറ്റി. ദ വേ ഹി വാക്സ്, ദ വേ ഹി ടോക്സ്, സംസാരത്തിലുള്ളൊരു മെച്യൂരിറ്റി, സൈലൻസിലുള്ളൊരു മെച്യൂരിറ്റി, ഭയങ്കര. ഞാൻ അയാളങ്ങനെ കണ്ടിട്ട് ഞാനിങ്ങനെ നിന്നുപോയി അവിടെ. സുബ്ഹാനല്ലാഹ്, ഞാൻ ആളെ 2-3 പ്രാവശ്യം ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ അൻസമിനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ അൻസം സംസാരിച്ച് ഇവരിപ്പോൾ ഇവിടെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ക്വാളിറ്റീസ് അറിഞ്ഞ് ചോദിച്ചു, ഇയാളാണോ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആ പിക്ചർ ഇപ്പോഴും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ആൻഡ് ദാറ്റ്സ് എൻ അമേസിങ് തിങ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു വ്യക്തി പ്രഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹം എവിടെ വന്നു കഴിഞ്ഞാലും ദ പ്രസൻസ് ഇസ് ഗോയിങ് ടു ബി ഫെൽറ്റ്. ദ പ്രസൻസ്, ഒരു ഗ്രാവിറ്റി, ആ ഒരു പേഴ്സണാലിറ്റി, ഒരു ഗ്രാവിറ്റി. ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ കളകളങ്ങനെ സംസാരിക്കല്ലേ ചെയ്യേ. ഹി വിൽ ബി സ്പീക്കിംഗ് ബട്ട് വിത്ത് എൻ ഒബ്ജക്റ്റീവ്, ഒരു പ്രോപ്പർ ഒബ്ജക്റ്റീവ് വെച്ച് ഹി ഈസ് ടു സ്പീക്ക്. ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുമ്പോൾ ആളുകൾക്ക് അടുക്കാൻ പേടിയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന കഥ അറിയുന്ന എത്ര ആളുകളുണ്ട്? റൈസ് യുവർ ഹാൻഡ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന കഥ, ഇറ്റ് ഈസ് അസ്റ്റോണിഷിങ്. അത്ര സുബ്ഹാനല്ലാഹ്, റജുൽ എന്ന് പറയല്ലേ, മാൻ എന്ന് പറയല്ലോ, അത്ര കൂടുതൽ കറേജും കോൺഫിഡൻസും ഉള്ള ഒരാളായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇതേ ഉമറിനെ പറ്റി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ ഒരു നരേഷൻ ഉണ്ട്. ഞാൻ വേർഡ് ബൈ വേർഡ് പറയുന്നില്ല, അതിൻ്റെ നരേഷൻ്റെ അവസാന ഭാഗമായിട്ട് പറയുന്നത് അദ്ദേഹം വീട്ടിൽ ഭാര്യയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു. അത് ശരിക്കും ഞാൻ വായിച്ചപ്പോൾ ചിരിച്ചുപോയി. ഇങ്ങനെ ഒരാൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്, വീട്ടിലേക്ക് ഇങ്ങനെ ഡോറിങ്ങനെ സ്ലോ മോഷനിൽ തുറന്നിങ്ങനെ കയറി ഇങ്ങനെ നടക്കുമ്പോൾ കുട്ടികൾ നടുങ്ങി, വീട്ടിൽ പ്രകമ്പനുണ്ടായി, ഭാര്യ ഇങ്ങനെ ഓടി വന്ന്, അങ്ങനെ നമ്മളിങ്ങനെ, അതായത് ഇത്ര അത് ഉയർന്നു നിൽക്കുന്ന ഭയങ്കര ഗാംഭീര്യത്തിലുള്ള ഉമർ ബിൻ ഖത്താബ് ഖലീഫയാകുമ്പോൾ സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരാൻ സുബ്ഹാനല്ലാഹ് ആളുകൾ വന്ന് പറയുമ്പോൾ കമാൻഡിങ് പവർ ആയിരുന്നു ഉമർ ബിൻ ഖത്താബിന്. 20 ഫിസിക്കൽ കിങ്ഡംസ് ഹി റൂൾഡ് ഇറ്റ് ആസ് എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ. അത്ര വലിയൊരാൾ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയുടെ മുന്നിൽ എങ്ങനെയായിരുന്നല്ലോ, കെൽക്കത്ത് എന്നാ കത്ത് എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ മാതിരി എന്ന് പറഞ്ഞാൽ എന്താ, കാർപ്പറ്റ് കിടന്നിട്ട് ഇങ്ങനെ കളിച്ചു എന്നല്ല പറയുന്നത്, മറിച്ച് ഒരു അതിൻ്റെ ഒരു പേഴ്സണാലിറ്റി. ഹി വാസ് വെരി സോഫ്റ്റ് വിത്ത് ഹാർ. ഭയങ്കര സോഫ്റ്റായിട്ട് ഭാര്യയുമായിട്ട് ചിരിച്ച് കളിച്ചിരുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് മാസ്കുലിനിറ്റി. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് ഒരു മനുഷ്യനുണ്ടാവുന്നത്, ഈസ് ദാറ്റ് പ്രോബ്ലമാറ്റിക് ആണോ? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആകുമ്പോൾ അതൊരു ഡിസോർഡറാണ്, അത് പ്രോബ്ലമാറ്റിക്കാണ്, അത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അതല്ലാതെ ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് യു ഹാവ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ്. കോൺടെക്ച്വലി നമ്മുടെ പേഴ്സണാലിറ്റി ഒരു സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെയാവണം എന്നുള്ളത് വി നീഡ് ടു റിയലി പ്രീ പ്ലാൻ ഇറ്റ്. വീട്ടിൽ പോകുമ്പോൾ ദർ ഇസ് എ വേ ദാറ്റ് വി ഷുഡ് ബി സിറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ടിട്ട് ബിരിയാണി ചോറിന് വേണ്ടി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടല്ലേ ഇരിക്കും. അവിടെ ഞാൻ ഉമ്മയുടെ മകനാണ്, അപ്പോൾ ആ രീതിയിലാണ് ഇരിക്കുക. റൈറ്റ്. ഞാൻ വേറെ പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാനിവിടെ ഐ ഡോണ്ട് സെറ്റ്, ഇപ്പോൾ ഭാര്യയുടെ കൂടെ ആകുമ്പോൾ മേ ബി ഐ എം വെരി പ്ലേഫുൾ വിത്ത് ഹർ. അത് ദാറ്റ് ഈസ് നോട്ട് മൈ പേഴ്സണാലിറ്റി വെൻ ഐ എം ഗോയിങ് എൽസ് വേ. സോ ഈ ഡിഫറെൻറ്റ് മൾട്ടി ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റി പ്രോപ്പറായിട്ട് നമുക്ക് ബാലൻസ് ഔട്ട് ചെയ്യാൻ പറ്റേണ്ടതുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ ഒരു വാക്കും കൂടി പറയാം ഇൻഷാ അല്ലാഹ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മാസ്കുലിനിറ്റി, നോബിൾ മാസ്കുലിനിറ്റി. ഇമോഷണൽ ഇൻ്റലിജൻസ്. എത്ര ആളുകൾ കേട്ടിട്ടുണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ്? ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഹൗ മെനി ഓഫ് യു ആർ മാരീഡ് റൈറ്റ് നൗ? ഓക്കെ, വെരി ഗുഡ്. കല്യാണം കഴിക്കാത്ത മിസ്കിന്മാർ എത്ര ഉണ്ട് അവിടെ? റേസ് ചെയ്യാൻ. കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ള എത്ര ആളുകൾ റേസ് ഹാൻഡ്? ചില ആൾക്കാർക്ക് പൊന്തിച്ചിട്ട് എത്തണില്ല. ഓൾറൈറ്റ്, ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാം. കല്യാണത്തിന് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടുള്ള എത്ര ആളുകളുണ്ട്? കല്യാണത്തിന് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടുള്ള എത്ര ആളുകളുണ്ട്?
ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. ഏർലി മാരേജ് ആണോ ലേറ്റ് മാരേജ് ആണോ ഉള്ളത്? ഇഫ് യു സപ്പോർട്ട് ഏർലി മാരേജ്, റൈസ് യുവർ ഹാൻഡ്. അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ നൈജീരിയൻ്റെ ഒരാളെ എനിക്ക് അപ്പോൾ ഓർമ്മ എപ്പോഴും ഒരു മനസ്സിലുണ്ടാവും. പക്ഷേ നല്ലൊരു ദ തിങ് ഈസ് എ ലോട്ട് ഓഫ് പീപ്പിൾ വോണ്ട് ഏർലി മാരേജ്. നേരത്തെ കല്യാണം കഴിക്കണം എന്നുള്ള അത് നല്ലതാണ്, ഹയറാണ്. അതായത് നിക്കാഹ് എപ്പോഴും ഏർലിയാണ് ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഷബാബിനോട് മൻ ഇസ്തതാഅ മിൻകും ഫല്യതസവ്വജ്, ഹൂഎവർ എമോങ് യു ക്യാൻ യു ഷുഡ് ഗെറ്റ് മാരീഡ്. കാരണം ആ മാരേജിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സെക്കൻഡ് അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഒരു സന്തോഷം അതിലൂടെ കിട്ടും. എങ്ങനെ നല്ലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവിതം താറുമാറാകും. നേരത്തെ അൻസം പറഞ്ഞല്ലോ, ബിഫോർ മാരേജ് വി ആക്ച്വലി നീഡ് ടു ഗോ ഡീപ്പ് ഇൻ ടു അവർ പേഴ്സണാലിറ്റി. എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രിപ്പയറിങ് ഫോർ മാരേജ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാവുക എന്നുള്ളത്. എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് അടുത്ത ചെറിയൊരു ചർച്ച ഇൻഷാ അല്ലാഹ്. ഇവിടെ കരയുന്ന എത്ര ആളുകളുണ്ട്? റേസ് യുവർ ഹാൻഡ്. കരയുന്ന, അതായത് രാവിലെ എണീച്ച് ഉമ്മ പാല് തന്നെ കരയണമല്ല പറഞ്ഞത്, മറിച്ച് അതായത് ജീവിതത്തിൽ സങ്കടം വന്നു കഴിഞ്ഞാൽ കരയാം. എത്ര ആളുകളുണ്ട്? റേസ് യുവർ ഹാൻഡ്. ഓൾറൈറ്റ്. ക്രൈയിങ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് മാസ്കുലിനിറ്റി. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാര്യയുടെ മുന്നിൽ ദർ ഇസ് എ വേ ടു ഡു ദിസ്. റെസ്പെക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അടുത്ത് പോയിട്ട് തൊട്ടതിനും നുള്ളിനൊക്കെ എല്ലാത്തിനും പോയി ഭാര്യ അടുത്ത് പോയി കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവില്ല. അതങ്ങനെ തന്നെയാണ്. ബട്ട് പ്രോപ്പറായിട്ട് കോണ്ടെക്ച്വലി ഇമോഷണലി എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ആം ഐ കേപ്പബിൾ ഓഫ് ഇറ്റ് എന്നുള്ളത് നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഇറ്റ്. ശരിക്കും മാരേജിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് വി നീഡ് ടു ഫൈൻ ട്യൂൺ. ഞാൻ 21 വയസ്സിൽ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ആളായിരുന്നു. നമുക്കിപ്പോൾ അങ്ങനത്തെ പ്ലാനുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് പ്ലാനുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വെച്ചാണ് ഞാൻ ഈജിപ്തിലേക്ക് പോയത്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ശരിക്കും ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ 21 വയസ്സിൽ കല്യാണം കഴിക്കാതിരുന്നത് നന്നായി. കാരണം ഐ എം വെരി ഡിഫറെൻറ്റ് ഫ്രം ഹൂ ഐ വാസ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് എക്സ്പെക്റ്റേഷൻസിൻ്റെ വിഷയത്തിൽ ഞാൻ മനസ്സിൽ കണ്ടിരുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതായത് ഹാഫിളത്തായിരിക്കണം. ഹാഫിളത്ത് ഒരു ഖിറാഅത്തിൽ മസല 10 ഖിറാഅത്തിൽ ഹിഫ്ളുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ഫഖീഹത്തായിരിക്കണം. ഒരു മദ്ഹബിലല്ല, 4 മദാഹിബ്. ഫിഖ്ഹിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ദലീൽ എടുത്തിട്ട് ഫിഖ്ഹിൻ്റെ കിതാബിൽ നിന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഫസീഹത്തുൻ ബിൽ ലുഗത്തിൽ അറബിയ മുത്ഖിന മുറക്കിസ ഫിൽ അറബിയ, അതായത് അറബി സംസാരിക്കുക മഖാരിജുൽ ഹുറൂഫിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ നിങ്ങൾ അത് പറയുമ്പോൾ തന്നെ ഒരു അറബിയുടെ എന്തൊരു ഇഷ്ടമുണ്ട്. അതുണ്ടാവണം. ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിരിക്കണം. ഞാൻ എണീക്കുന്നതിന് മുന്നേ രാവിലെ എണീക്കണം. രാവിലെ എണീച്ചിട്ട് എനിക്കെന്താണ് ഫുഡ് കട്ടുമ്പോൾ കിട്ടി കഴിഞ്ഞാൽ അത്രയും നന്ന്. കാരണം എനിക്ക് എൻ്റെ വർക്കിൽ ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. വർക്കിലേക്ക് കയറാമല്ലോ. അതുപോലെ തന്നെ മക്കൾ മുഴുവനായിട്ട് അതിൽ ഞാൻ എപ്പോഴും വെക്കുന്ന ചില എക്സ്പെക്റ്റേഷൻസ്, അത് മക്കളെ മൊത്തം ഹെഫാദാക്കളാക്കണം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ ഭയങ്കര അതിലും ഭയങ്കര ഫ്ലുവൻസി വേണം. ആ ആക്സെൻറ്റിലടക്കം എനിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതായത് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഹലോ മൈ ഫ്രണ്ട് ഹൗ ആർ യു ഡൂയിങ് എന്ന് പറയുന്നത് എനിക്ക് അതല്ല, ഒരു ആക്സെൻറ്റ് പ്രൊഫഷൻസ്, ഇത് എല്ലാത്തിനും കൂടി ഭയങ്കര ഒരു വലിയ ലിസ്റ്റായിരുന്നു. അത് കുറേ കാലം ഇങ്ങനെ മാറി വന്നു. അതിൽ കുറേയൊക്കെ ഹയറായിട്ടുള്ള കാര്യങ്ങളുണ്ട്, വളരെ ഹയറായിട്ടുള്ള കാര്യങ്ങൾ. ഞാനെപ്പോഴും പറയാം, യു നീഡ് ടു നോ ദാറ്റ് യു ഡീലിംഗ് വിത്ത് എ വെരി ഡിഫറെൻറ്റ് ജനറേഷൻ. ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു 21-ാം നൂറ്റാണ്ടിൽ. അങ്ങനെ മിക്കവാറും 40 വയസ്സങ്ങൾ കല്യാണം കഴിക്കുക. അങ്ങനെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ വാട്ട് യു നീഡ് ടു ഡു ഇസ് എക്സ്പെക്റ്റേഷൻസ്. കല്യാണം കഴിക്കാൻ പ്ലാനുള്ള ആളുകളോടാണ്, അല്ലാത്തവരോടല്ല പറയുന്നത്. ഇഫ് യു ആർ പ്ലാനിങ് ടു മാരി, പ്രിപ്പയർ യുവർ സെൽഫ്. ആ പ്രിപ്പറേഷൻ്റെ ഭാഗം ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിക്കുന്ന പോലെ തന്നെ ആ സൈഡിൽ വാട്ട് ആർ പ്രാക്ടിക്കൽ എക്സ്പെക്റ്റേഷൻസ് ദാറ്റ് ഐ ഷുഡ് ആക്ച്വലി ബി ഹാവിങ് ഫോർ മൈ വൈഫ്. എനിക്ക് കുറേ എക്സ്പെക്റ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിങ്ങനെ ഓരോ എക്സ്പീരിയൻസിലൂടെ ഇങ്ങനെ മാറി വരാനനുസരിച്ച് ഇപ്പോൾ അള്ളാഹു അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരു ഇപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ എം ഏബിൾ ടു കണക്ട് ദി ഡോട്ട്സ്. അന്നൊക്കെ മനസ്സിലാവില്ലായിരുന്നു. ഞാൻ ഈജിപ്തിലുള്ള സമയത്ത് പുറത്തുനിന്ന് കല്യാണമൊക്കെ പ്ലാനുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും നാട്ടിൽ നിന്ന് തന്നെ, കാലിക്കറ്റിൽ നിന്ന് തന്നെ. ചില ആളുകളുണ്ട് കുറ്റിപ്പുറാണോ കുറ്റിയുടെയാണോ അപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കല്യാണം കഴിക്കുള്ളൂ. മോശമൊക്കെ പറയല്ല, പീപ്പിൾ ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻസ്, റൈറ്റ്? ദേ ക്യാൻ ഹാവ് ദർ പ്രിഫറൻസസ്. ഞാൻ അവിടെ പോയപ്പോൾ നമ്മൾ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണ്.
അപ്പോൾ അവിടുന്ന് വി മൈറ്റ് അത് എപ്പോഴും നമ്മൾ അത് കല്യാണം കഴിക്കണം എന്നുള്ളൊരു പ്ലാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ റഡാറിൽ സംഭവം ഉണ്ടാവും. അതായത് അതിന് പ്രശ്നമുണ്ടോ ചങ്ങായി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അത് അൽഹംദുലില്ലാ ഖൈറാണ്, അതിനൊരു പ്രശ്നമില്ല. കല്യാണം കഴിക്കണത് ചില ആളുകൾ ഞാൻ കല്യാണത്തിനെ പറ്റി ചോദിച്ചപ്പോൾ ചില ആളുകൾ നാണിച്ചു പോയ കണ്ട്, ആണുങ്ങൾ മുന്നിൽ ഇങ്ങനെ നാണിച്ചു പോയൊരു മുഖമൊക്കെ കണ്ട്. സോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. റൈറ്റ്, വി ആർ മെൻ ആൻഡ് വി അപ്രോച്ച് ഇറ്റ് അസേർട്ടീവ്ലി. പ്രോപ്പറായിട്ട് നമുക്ക് അതിനുള്ള പാത്ത് വൈസ് എടുക്കണം. അത് ഹറാമായിട്ട് DMs അങ്ങനെ ഒന്നല്ല പറയുന്നത്. അവരുടെ ഉപ്പയെ പോയി സംസാരിക്കുക, അത് നമുക്ക് അത് മാസ്കുലിനിറ്റിയുടെ ഭാഗമുണ്ടോ, അതിലേക്ക് നമുക്ക് വരാം. നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും ജീവിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ബിൽഡ് ചെയ്തിട്ടുള്ള കുറേ എക്സ്പെക്റ്റേഷൻസ് പൊളിഞ്ഞു വന്നു. ഞാനൊരു ദിവസം ഷെയ്ഖ് ഹുസാമ അബ്ദുൽ അസീം ഹംസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം ഷാഫിഈ മദ്ഹബിൻ്റെ ഏറ്റവും ടോപ്പ് പണ്ഡിതനാണ്, ഈജിപ്തിലുള്ള മർജ ഫിഖ് ഷാഫിഈൻ. ഷാഫിഈ ഫിഖിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പരെടുത്താണ് വരിക. അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ 30 കൊല്ലം ദക്തൂറായിരുന്നു, കുല്ലിയത്ത് ഉസൂൽ ഫിഖിലും. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ മസ്ജിദിലായിരുന്നു കിടക്കുന്നതും പഠിക്കുന്നതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. അവനോട് അതിൻ്റെ സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ നമ്മളൊരു ബ്രദറാണല്ലോ, വി ഗോ ടു ഹിം ടു ബി ടോക്ക് ടു ഹിം. ഞാൻ ചോദിച്ചു, നോ സാബക്, എന്തൊക്കെ പറ്റിയത്, എന്തിനാ സങ്കടപ്പെടുന്നത്? ഓനെന്നെ എങ്ങനെ നോക്കി, യവാഫി സഅതീക നസീഹ വാഹിദ് ഖുദ് മിന്നി ഹാദാ ബിദൂൻ സുആൽ. വാഫി, ഞാൻ എനിക്കൊരു അഡ്വൈസ് തരാം, ഒരു ചോദ്യം ചോദിക്കരുത്, ഇതിൻ്റെ തന്നെ സ്വീകരിക്കണം. ലാ തസവ്വജ് മിൻ അസ്ഹർ അബദൻ ഫി ഹയാതി, ഈ ഒരിക്കലും അസ്ഹറിനെ കല്യാണം കഴിക്കരുത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ? കാരണം നമ്മൾ കാണുന്ന കുറേ സാധനങ്ങൾ, ഫഖീഹത്ത്, മുഹദ്ദിസത്ത്, എല്ലാ സാധനങ്ങളും അത് അസ്ഹറിനെ അവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികളിലാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, UK കൺവേർട്ട് ചെയ്ത ആളാണോ? പിന്നെ ഈജിപ്തിൽ കുറേ കാലമായി, ഇവിടുന്ന് കല്യാണം കഴിച്ചിട്ട് 3 കുട്ടികളുണ്ട്. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ ജീവിതം പറയാണ്. അവന് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടി അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ കുല്ലിയത്തുൽ ലുഗത്തുൽ അറബിയയിൽ ഡക്ടൂറത്ത് PhD തീസിസ് ഡിസർട്ടേഷൻ ചെയ്യണം. ഒരു ഷെയ്ഖിൻ്റെ കീഴിൽ 10 കൊല്ലം മുത്ഖിനായിട്ട് കിതാബുകൾ പഠിച്ചതാണ്. ഹിഫ്ള് ഭയങ്കര കൂടുതലുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളോട് ഞാൻ അങ്ങനെ പറയാം, മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ പിന്നെ പറയാം, എന്നെ ചട്ടൊക്കെ എടുത്തിട്ട് എറിയും. വീട്ടിൽ എനിക്ക് പൂച്ചൻ്റെ വില പോലും ഇല്ല, ഒരു വിലയില്ല വീട്ടിൽ. അതുപോലത്തെ ഭയങ്കര കുറേ പ്രശ്നങ്ങൾ പറയാനാണ്. അപ്പം ഞാൻ ശരിക്കും ഡിപ്രസ്ഡായി. അത് ഓൺ എഫക്റ്റ് ചെയ്താൽ കൂടെ ഇന്ന് എഫക്റ്റ്. കാരണം നമ്മൾ കുറേ കാലം ഇങ്ങനെ മനസ്സിൽ കുറേ എക്സ്പെക്റ്റേഷൻസ് ഇങ്ങനെ വെച്ച് കാണുന്നല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ ഇങ്ങനത്തെ ഒരു കേസ് വന്നേ, എങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഇനി ഞാൻ കൗൺസിലിംഗ് പാരലായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വേറെ കേസുകളാണ്. ഹാഫിളത്തായിട്ടുള്ള സാനിയ സഖ്ഫർ, എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത. സൗദിയിൽ പഠിച്ചു നമ്മൾ, ചില ആളുകൾ GCCയിൽ പഠിച്ച പെൺകുട്ടികൾ തന്നെ കല്യാണം കഴിക്കണം, അങ്ങനെ ആളുകളുണ്ടോ ശരിക്കണില്ല. ഇനി അവിടെ പഠിച്ചു, അറബി നല്ല സംസാരിക്കും, കൂടുതൽ ഇൻഫോം തരുന്നില്ല. ബട്ട് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയി. ഫാമിലി കൗൺസിലിങ്ങിന് വരുന്നത് പ്രഗ്നൻ്റ് ആയിട്ടാണ്. ഷി ബിക്കം പ്രഗ്നൻറ്റ്. എക്സ്ട്രീംലി അസ്റ്റോണിഷ്ഡ്. വേറൊരു കേസ്, അതും കേരളത്തിൽ നിന്നാണ്, സ്ഥലം പറയുന്നില്ല. ദഅവ സർക്കിളുകളുള്ള ആളാണ്. ഷി ഓൾസോ പ്രീ മാരിറ്റൽ അഫെയർസ് ആൻഡ് റിലേഷൻ. അതും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഐ കുഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? വേറെ കഴിഞ്ഞ ആഴ്ച വന്ന കേസാണ്. ഇവർ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ആ കേസ്. ബൈ ദെൻ മൈ എക്സ്പെക്ടേഷൻസ് ആർ ഓൾറെഡി ചേഞ്ച്ഡ്. അതായത് ഇൻസ്റ്റഗ്രാം ഇസ്ലാമിക് ഇൻഫ്ലുവൻസറാണ്. അവരുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ മുഴുവൻ ഡെയിലി ഹദീസുകൾ പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ലേബിൾ തന്നെ മെൻഹജ് സലഫിയ എന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ നോ DMs ഫ്രം മെൻ. പിന്നെ സ്ത്രീകൾ പുറത്തിറക്കുമ്പോൾ കവർ. അതായത് ഫിഖ്ഹിൽ തന്നെ ഇങ്ങനെയുള്ള ഒപ്പീനിയൻസ് ഫോളോ ചെയ്യുന്ന ആളുകൾ. ഓൾറൈറ്റ്. ബട്ട് ദെൻ when she came for counseling, pornography addiction ആണ് പ്രശ്നം. I couldn't make sense. How many of you are shocked? Raise your hand. How many of you are shocked? See, there are things that we can make sense of. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ബട്ട് there are things that we can't make sense of. അതിങ്ങനെ എന്നെ മനസ്സിൽ ചില കുറേ എക്സ്പെക്റ്റേഷൻസ് ഇങ്ങനെ പൊളിഞ്ഞു നല്ല സമയം ഞാൻ അറഫയിൽ ദുആ ചെയ്തതിനു ശേഷം ഞാൻ ഷെയ്ഖിൻ്റെ അടുത്ത് പോയി. ഞാനിങ്ങനെ ഈജിപ്തിലേക്ക് തൊഴിൽപഠനത്തിന് വേണ്ടി പോവാണ്. അപ്പോൾ ഷെയ്ഖിനോട് ഞാൻ ഈ ഒരു ലിസ്റ്റ് പറഞ്ഞു. ഷെയ്ഖ് പറഞ്ഞ ചോദ്യം, ഈ സെക്രട്ടറിനെയാണോ അല്ലെങ്കിൽ ഈ ഭാര്യനെയാണോ കല്യാണം അയക്കണമെന്ന് ചോദിച്ചത്. ശരിക്കും ഷെയ്ഖ് പറഞ്ഞത്, മാരേജിൻ്റെ ഉദ്ദേശം എന്താണ്? വാട്ട് ആർ യു ട്രൈങ് ടു അച്ചീവ് ഫ്രം ഇറ്റ്? എന്താണ്?
എന്താണ് ദീന് പൂർത്തിയാക്കുക. ദാറ്റ് ഈസ് വെരി ഗുഡ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് സെക്കീനത്താണ്. ഒരു സമാധാനം ഫീൽ ചെയ്യണം. എന്നിട്ട് ഷേഖ് ചോദിച്ചു, ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ സമാധാനമൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്തു, ഇംഗ്ലീഷ് ലാംഗ്വേജ് എഫിഷ്യൻസി. അതല്ലേ ഏത് സമാധാനം ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അത് സമാധാനമായിട്ട് യാതൊരു ബന്ധമില്ല. അത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ സമാധാനം പോകാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കുറേ സാധനങ്ങൾ പോയി കിട്ടി. അതായത് 4 കൊല്ലം കിട്ടുന്ന പ്രപ്പോസൽസ് ഞാൻ അധികം റിജക്റ്റ് ചെയ്തത് കുറേ കാര്യം എന്ന് പറയുന്നത് ഖുർആൻ്റെ തജ്വീദിൽ മഖാരിജുൽ ഹറൂഫ് പറയുമ്പോൾ അതിൽ പ്രശ്നങ്ങളുണ്ട്. അതിക്കൊരിക്കലും അതുപോലെ തന്നെ ഭയങ്കര ഞാനന്ന് ഈജിപ്തിൽ പോയ സമയത്ത് ജറഹ വത്തഅദീൽ ഇങ്ങനെ മുഴുകി കിടക്കുന്ന സമയമായിരുന്നു. സ്റ്റഡിങ് ഇൻ എ വില്ലേജ്, ബിദ്അ, കുഫർ, ഇത് എവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ടാർഗറ്റഡ് ഇങ്ങനെ ഉണ്ടാവും. ഫുള്ളായിട്ട് പോവുക, അടുത്ത സ്റ്റുഡൻസിനെ പോയിട്ട് ഡിബേറ്റ് ചെയ്യുക, ഇങ്ങനെ അതിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് അഖദിയായിട്ടുള്ള വിഷയങ്ങളിൽ ഖത്ഈയായിട്ടുള്ള വിഷയങ്ങളും വന്യായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിലെല്ലാ സ്ഥലം ഇങ്ങനെ ഉള്ളിലുള്ള അരിച്ചരിച്ചിട്ട് ഉള്ളിലുള്ള എല്ലാ സാധ്യതയും ക്രൈറ്റീരിയ വരും. Of course, aqeedah is very important when you marry. But then the problem was, അത് മാത്രമാക്കി എൻ്റെ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഷെയ്ഖിനെ ഫോളോ ചെയ്യുന്നതിൽ ഇന്ന മസ്അലത്തിൽ ഇഖ്തിലാഫില്ലാത്ത, ഇന്ന മസ്അലത്തിൽ ഇഖ്തിലാഫുള്ള വിഷയത്തിൽ ഇന്ന ദലീലെടുക്കുമ്പോൾ ഈ നെഹ്ജിലെടുക്കുന്ന ഇങ്ങനെ. So that was also something that broke off. അങ്ങനെ കുറേ കാര്യം ഇങ്ങനെ പോയി വന്നപ്പോൾ അവസാനം കുറുകി കിട്ടിയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് ലിസ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ് ബി എക്സ്പെക്റ്റിംഗ് ഫ്രം മൈ വൈഫ്. ദീനിനോടൊരു മഹബത്ത് എന്തായാലും വേണം. മക്കളെ നല്ല ദീനോട് കൂടി തർബീയത്തോടുകൂടി വളർത്താൻ താല്പര്യം എത്ര ആളുണ്ട്? റേസ് യുവർ ഹാൻഡ്. ഇറ്റ് ഈസ് വെരി ഗുഡ്. ദീനിനോട് നല്ല മഹബത്ത്, അഖദിയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ ഫെമിനിനിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. വി നീഡ് ടു റിയലി ക്വസ്റ്റ്യൻ ദാറ്റ് ഫെമിനിനിറ്റി. ഞാൻ പറഞ്ഞല്ലോ, അസ്ഹറിൽ ദക്തൂറത്തായിട്ടുള്ള ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ശരിക്കും ആൻഡ്രോയിഡ് 2.0 സംസാരിക്കുന്ന ഒരു വേറൊരു ആണിയോട് സംസാരിക്കുന്ന ഒരു ഫീലാണ്. ഭയങ്കര ഐ വാസ് അസ്റ്റോണിഷ്ഡ്. മാസ്കുലിനിറ്റി ഉണ്ടല്ലോ. സോ യു നീഡ് ടു ലുക്ക് അറ്റ് ദി നേച്ചർ ഓഫ് ദി വുമൻ ദാറ്റ് യു ആർ മാരിങ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് താഅത്ത് സൗജ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒബേയിങ് ദ ഹസ്ബൻഡ്. That is very important. Obeying the husband. But then the next question is, are you a person who deserves to be obeyed? നിങ്ങൾക്ക് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള അങ്ങനെ പേഴ്സണാലിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഞാൻ നീട്ടി പറയുന്നില്ല. കാരണം താഴത്തെ സൗജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ പിന്നെ പുതിയ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ താഴത്തെ സൗജായിരുന്നു. ഞാൻ കല്യാണത്തിന് പിന്നെ നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു കേസ് വന്നു എന്ന് പറഞ്ഞത്. നേരെ വീട്ടിൽ പോയിട്ട് ഞാൻ ആദ്യം ചോദിച്ചിട്ടുള്ളത്, ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് താഴത്തെ സൗജാണ്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു അതെന്താ സാധനം. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഫെമിനിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ഫോക്കസ് ചെയ്യുന്ന കുറേ അവരുടെ ബാക്ക്ഗ്രൗണ്ട്. യെസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എ ഡിഗ്രി. കുറേ അന്വേഷിക്കാൻ പാടില്ല. ബട്ട് ദെൻ ടു എ ഡിഗ്രി ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻറ്റ്. അതിങ്ങനെ വളരെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടിക്ക് ഓഫ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയുന്നത് ഇഫ് യു വാണ്ട് ടു ബി മെൻ, അത് നമ്മൾ ഷെയ്ഖും പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് ഒരു ഹലഖയിൽ, ഖുർറജുലൻ, മുഴുവനായിട്ട് ആ ഫ്രേസ് ഓർമ്മയില്ല. See, before you become a talib al-ilm, before you become a scholar, be a man. റജുൽ എന്ന് പറയാനുള്ള ഒരു സംഭവം നമ്മുടെ അടുത്തുണ്ടാവണം. ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കണം. ആ ജേണിയുടെ ഏറ്റവും സ്റ്റാർട്ടിങ്ങുള്ള കാര്യമാണ് ഒന്നാമത്തേത് 5 വഖ്ത് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത്. നിങ്ങൾ 5 വഖ്ത് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നില്ലെങ്കിൽ I would say that you are not prepared for marriage. You should not get married right now. 5 വഖ്ത് കൃത്യമായിട്ട് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ സാധിക്കും. പങ്ക്ച്വാലിറ്റി വേണം. പറയുന്ന വാക്കിന് വാല്യൂ ആവും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, വൈഫിൻ്റെ മുന്നിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, യു ഷുഡ് ബി ഏബിൾ ടു ഫുൾഫിൽ ഇറ്റ്. പ്രോമിസ് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പ് ചെയ്യാൻ കഴിയണം. സുബ്ഹാനല്ലാഹ്. അതിനെ കൂടെ ഞാൻ പറഞ്ഞു ഇമോഷണൽ ഇൻ്റലിജൻസ്, അത് വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ്. വൈഫ് നിങ്ങളുടെ അടുത്ത് കരഞ്ഞു വന്നു കഴിഞ്ഞാൽ ഹൗ വുഡ് യു ഡീൽ വിത്ത് ദാറ്റ്? എങ്ങനെ ഡീൽ ചെയ്യുക? വൈഫ് നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് സെൻറ്റൻസ് പറയും, നിങ്ങൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ ഹൗ വുഡ് യു ഡീൽ വിത്ത് ദാറ്റ്? ഇമോഷണൽ ഇൻ്റലിജൻസ് ട്രെയിനിങ് കോഴ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺ പ്രോജക്റ്റ് ഇൻഷാ അല്ലാഹ് വിച്ച് വി ലോഞ്ച് ഈസ് IMT, ഇസ്ലാമിക് മെൻറ്ററിംഗ് ട്രാവൽ. അറിയുന്ന എത്ര ആളുകളുണ്ട്? റേസ് യുവർ ഹാൻഡ്. മെൻറ്റേഴ്സിൻ്റെ കീഴിൽ ഇസ്ലാമിക് മെൻറ്ററിംഗ് ട്രാവൽ വന്നിട്ടുള്ള എത്ര ആളുകളുണ്ട്? ഓക്കെ, നമ്മൾ കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് ചെയ്തു, റൺമുറക്ക് പോയി ഒരു ട്രിപ്പ്. അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്, സ്ഥലം പറയുന്നില്ല, കാരണം സ്ഥലത്തിനെല്ലാം നിങ്ങൾ വരേണ്ടത്. എൻ്റെ കണ്ടൻറ്റ് ചില ആളുകൾ മസനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എടുക്കും, ബാഗ് എടുത്ത് തരണം, അങ്ങനെയല്ല നമ്മൾ പോകുന്നത്. പക്ഷേ
the content is going to be marriage oriented to prepare yourself for marriage. നിങ്ങൾക്ക് കൊടൈക്കനാൽ പോയിട്ടുള്ള ട്രിപ്പിൽ അവസാനം ഒരു ബ്രദർ മെസ്സേജ് ചെയ്തിരുന്നു. ബ്രദർ ആരാ പറയുന്നില്ല, കാരണം കൊടൈക്കനാൽ എന്ന് പറഞ്ഞപ്പോൾ സർക്കിൾ ടൈറ്റായി. അതിന് പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അന്ന് രാത്രി നമ്മളൊരു ക്യാമ്പ് ഫയർ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പോയ ആളുകൾ എത്ര, ഓർക്കുന്ന ആളുകൾ എത്ര ഉണ്ട്? റൈസ് ഹാൻഡ്. ഒരു ക്യാമ്പ് ഫയർ ഡിസ്കഷൻ. അതിൽ നമ്മൾ തീയൊക്കെ കത്തിച്ചു, എല്ലാവരും ചുറ്റിരുന്നു. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ റൗണ്ടിൽ പോയിട്ട് ഓരോ ആൾക്കാർ ചോദ്യം ചോദിക്കായി, വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റേഷൻ ഓഫ് യുവർ വൈഫ്? അതിൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ചേഞ്ച് മൈ പെർസ്പെക്റ്റീവ്സ് ആണ്. സോ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇൻഷാല്ലാഹ് മെൻറ്റേഴ്സിൻ്റെ കീഴിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് നീ ആ ട്രാവൽ പോയാലും ഇല്ലെങ്കിലും ഡോണ്ട് ഗെറ്റ് ഇൻ ടു മാരേജ് വിതൗട്ട് പ്രിപ്പറേഷൻ. ഞാൻ പറഞ്ഞു, മാരേജ് ഹലാലായ രീതി, ഏറ്റവും നല്ല രീതി നമ്മൾ സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സക്കീനത്ത് ഉണ്ടാവും. പക്ഷെ അത് മോശമായ രീതി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എടുത്ത ആളെ പ്രോപ്പറായിട്ട് സൂക്ഷിച്ച് എടുത്തിട്ടില്ലെങ്കിൽ യു ആർ സുബ്ഹാനല്ലാഹ് പ്രിപ്പയറിങ് ഫോർ ഡെത്ത്. യു ആർ ഡിഗിങ് യുവർ ഓൺ ഗ്രേവ്. ഷീ വിൽ ടേക്ക് യു ഓൺ എ ട്രിപ്പ് റൈറ്റ് ത്രൂ ഹെൽ. അത് അത്ര പ്രശ്നമാക്കി മാറും. അത് മെൻ്റൽ ബാലൻസ് കിട്ടും. സോ പ്രിപ്പയർ ഫോർ മാരേജ് വെൽ ബൈ ഫസ്റ്റ് പ്രിപ്പയറിങ് ആൻഡ് എംപവറിങ് യുവർ പേഴ്സണാലിറ്റി, ബൈ എംപവറിങ് യുവർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വന്തത്തെ ഒന്ന് പ്രോപ്പറായിട്ട് വിലയിരുത്തുക ഇൻഷാല്ലാഹ്. ആ ഒരു ജേർണി തുടങ്ങണം താല്പര്യം ആളുകളുണ്ടെങ്കിൽ റൈസ് ഹാൻഡ്. എന്നെ ഒന്ന് പ്രിപ്പയർഡ് ആക്കണം. ഐ നീഡ് ടു നോ ലോട്ട് ഓഫ് തിങ്സ്. ഇമോഷണൽ ഇൻ്റലിജൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ആവശ്യമാണ്. എൻ്റെ പേഴ്സണാലിറ്റി എന്ന രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമാണ് എന്ന് ഇൻഷാല്ലാഹ്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് തിങ് ദാറ്റ് വി ഷുഡ് നോ ഇൻഷാല്ലാഹ്. അതിൽ നിന്ന് വി നീഡ് ടു സ്റ്റാർട്ട് എ ജേർണി ഓഫ് എംപവർമെൻറ്റ്. നോബിൾ മസ്കുലിനിറ്റി എന്ന് പറയുന്നത്, ഖിവാമത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു മെച്യൂർ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. എവ്രി വൺ ഓഫ് യു ഈസ് ഗിവൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് യു വിൽ ബി ക്വസ്റ്റ്യൻഡ് അബൌട്ട് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ ചോദ്യം ചെയ്യുന്ന ഉറപ്പാണ്. നിങ്ങളുടെ വൈഫിനോട് പറയുന്ന എല്ലാ മോശമായിട്ടുള്ള കാര്യത്തിനും ഓരോ സെക്കൻഡ് ഫ്രോണിനും യു ആർ ഗോയിങ് ടു ബി ക്വസ്റ്റ്യൻഡ്. അത് ചോദ്യം ചെയ്യുമ്പോഴൊന്നും ഉറപ്പാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ Q&A ഇടുമ്പോൾ, മാരേജ് റിലേറ്റഡ് Q&A ഇടുമ്പോൾ മെയിൽസിൻ്റെ അടുത്തുനിന്ന് അധികം പിന്നെ ചോദ്യം ചെയ്താൽ അറിയാം. ഗസ് ചെയ്യാൻ പറ്റും? പോളിഗാമിയാണ്. ഒരു സ്ത്രീയെ സുബ്ഹാനല്ലാഹ് ടേക്ക് കെയർ ചെയ്യുന്ന പറയുന്ന ഒരു പണിയുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അത് നമ്മൾ വെൽ പ്രിപ്പയർഡായിട്ട് ആ ഒരു ഖിവാമത്തിലെത്തിയിട്ടുള്ള ആളുകൾക്കാണ് സുബ്ഹാനല്ലാഹ് ശരിക്കും രണ്ടാമത്തെ കല്യാണത്തിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ സുബ്ഹാനല്ലാഹ്, ദേർ ആർ ബ്രദേഴ്സ് ഹു മെസ്സേജ് മീ. അവർ വിചാരം എൻ്റെ അടുത്ത് എന്താണ് ഭയങ്കര ഒരു പോർട്ട്ഫോളിയോ ഡാറ്റ ബാങ്ക് ഉണ്ട്, പ്രപ്പോസൽസൊക്കെ കുറേ അങ്ങനെയുണ്ട്. ഞാനും നിസ്പായിട്ട് യാതൊരു കണക്ഷനും ഇല്ല കേട്ടോ. എനിക്ക് അവർക്ക് മാഷാഅല്ലാഹ് നല്ല അടിപൊളി ഇതുണ്ട്. ഐ റെക്കമെൻഡ് യു ടു രജിസ്റ്റർ ഇൻഷാഅല്ലാഹ്. പക്ഷെ അതല്ലാതെ a lot of men want that. Subhanallah, and a lot of them are not ready. So get ready for marriage, be prepared for marriage. But if your current situation is that you're not praying 5 times a day, otherwise the pornography addiction issue, if you're having that, then you should not get married. If you're not able to lower your gaze, you should not get married. If you don't have control over your senses, you should not get married. If you don't know how to fulfill responsibilities, you should not get married. If you don't have the courage, candor and confidence, if you don't have the spine, spunk or spirit to stand up and speak and know the rights of your spouse and fulfill it, you should not get married. And that's something very important. കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു സംഭവമാണ്. ഞാൻ പേടിപ്പിക്കല്ല, എല്ലാവരും കല്യാണം കഴിക്കണം ഇൻഷാല്ലാഹ്. പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി എൻ്റെ ദീൻ അതിലൂടെ ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ് എന്നുള്ള സീരിയസ്നെസ് നിങ്ങൾ കല്യാണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യു ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു സക്സീഡ് ഇൻ യുവർ മാരേജ് ഇൻഷാല്ലാഹ്. സോ സ്റ്റാർട്ട് ദി പ്രിപ്പറേഷൻ for your halal love story inshallah. Barakallahu feekum wa hayyakumullah, jazakumullahu khairan. ഒരു 3 മിനിറ്റ് Q&A എടുത്തിട്ട് വിൽ ബി ഏബിൾ ടു ലീവ് ഓഫ് ഇൻഷാല്ലാഹ്. കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇനി ഇവിടുന്ന് ഡയറക്റ്റ് നമസ്കരിക്കാനാണ്. നമസ്കാരത്തിന് പോയി കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ് 1 മണി 1:05 കൂടി ഹോപ്പ്ഫുള്ളി അവിടെ ഭക്ഷണം റെഡിയാകും. ഇത്ര ആൾക്ക് വിശക്കുണ്ട്. സത്യമായിട്ട് പറയുന്നത് നോബിൾ മസ്ജിദിൻ്റെ ഭാഗമാണ്. അതിൽ ഇൻഷാല്ലാഹ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബിരിയാണിയൊക്കെ ഉണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് വിൽ ബി ഹാവിങ് ഫുഡ്. അത് കഴിഞ്ഞതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട 2 സെഷൻസ് ഉണ്ട്. ഒന്ന് അംജദ്ഖിൻ്റെ സെഷനാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ പെട്ട് കിടക്കുന്ന കുറേ ആളുകൾ ഈ സദസ്സിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഹറാം റിലേഷൻഷിപ്പ്. ഇറ്റ്സ് ഗോയിങ് ടു റിയലി ബെനിഫിറ്റ് ഇൻഷാല്ലാഹ്. രണ്ടാമത്തേത് നമ്മൾ അമീർ സാഹിബിൻ്റെ സെഷനാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ സൈക്കോളജിക്കൽ സെഷൻ. ആണും പെണ്ണും തമ്മിൽ ഇടപഴകുമ്പോൾ അതിലുണ്ടാകുന്ന സൈക്കോളജി. I just ask one question. Can men and women be friends? Alhamdulillah. Inshallah. പക്ഷേ പെണ്ണുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ they'll give a different answer.
സൈക്കോളജി വ്യത്യാസമുണ്ട്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സെഷൻ ഇൻഷാല്ല. സോ ഈസ് ഗോയിങ് ടു ബി ഗിവിംഗ് ഇറ്റ് ടു us. ചോദ്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻഷാല്ല. അതർവൈസ് വി വിൽ വൈൻഡ് അപ്പ് ആൻഡ് വിൽ ലീവ് ഫോർ പ്രേ. സ്പൾസിനെ നമ്മൾ പെരയുന്ന സമയത്ത് അയാൾ കൃത്യമായിട്ട് ഇഖ്തിലാഫുള്ള വിഷയങ്ങൾ നമ്മൾ എത്രയോ എക്സ്പെക്റ്റേഷൻ വെക്കാം എന്ന് നല്ല ചോദ്യമാണ്. അതായത് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുൻകിഹുൽ മർഅ ലിഅർബഅ ലിമാലിഹ വലിജമാലിഹ വലിഹസ്ബിഹ വലിദീനിഹ ഫദ്ഫർ ബിദാത്ത് ദീൻ തർബത് യദാക്. അതായത് സ്ത്രീകൾ വ്യത്യസ്ത കാരണങ്ങൾ കല്യാണം കഴിക്കും. അതിൽ ദീൻ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദീൻ. ഇഫ് യു ഫോക്കസ് ഓൺ ദീൻ ഇൻഷാല്ലാ തർബത് യദാക്. നിങ്ങളുടെ കയ്യിൽ പിന്നെ പ്രശ്നം ഉണ്ടാവുക. ദീൻ എന്ന് പറയുന്നത് ഒന്നാമത്തേത് എന്താണ്? അഖീദയാണ്. അഖീദ വാല്യൂ സിസ്റ്റം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ഷീ ബിലീവ്സ് ദാറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ബിദഅത്തുകൾ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, കുഫ്രി ആയിട്ടുള്ള ചില ആദർശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇത് നന്നാക്കാമെന്ന് വിചാരിക്കുമല്ലോ. അത് നന്നാക്കാൻ പറ്റും. നന്നാക്കിയിട്ട് കേസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ ഗ്യാരൻറ്റി. അത് റിസ്ക് എടുക്കേണ്ട സാധനമല്ല. അവിടെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ക്ലിയറായി അതിങ്ങനെ ഉള്ളിലോട്ട് പോയി എല്ലാവരും ഇങ്ങനെ ചെക്ക് ചെയ്ത് ആദ്യം തന്നെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഐനല്ലാഹ് അല്ല ഉദൂവിൻ്റെ ഷറഹ് തരിക, അങ്ങനെ കുറേ മുസ്തലഹാത്തുകൾ ഉപയോഗിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കല്യാണം കേൾക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ പോയി ഫുള്ള് ജലഹവത്ത് അടിയിൽ ഇങ്ങനെ കുളിച്ച് മാറി കളിക്കണം എന്നല്ല പറഞ്ഞത്. അങ്ങനെ മാറി കളിക്കണം അത് കല്യാണം കഴിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ കാരണം ഐ ഹാഡ് എ ജേർണി ഓഫ് ട്രാൻസ്ഫർമേഷൻ അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു ഒരു കാലത്ത് ഐ വാസ് ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദിസ്. അവിടെ പോവുക, അസറിൻ്റെ ചുറ്റുപാടങ്ങളിൽ പോവുക, ഫുൾ ഡിബേറ്റ് മോഡൽ. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡിബേറ്റ്. ചെറിയ വിഷയങ്ങളിൽ തെദ്ദിഉം തക്ഫീറും ضال മുതൽ മുജറിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ട്. ഇറ്റ്സ് എ വെരി സാഡ് ട്രെൻഡ്. നമ്മുടെ യുവാക്കളെ കൂടി ബാധിക്കുന്ന സമയമാണ്. അത് പ്രോപ്പറായിട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഉസൂലുകൾ അറിയാതെ കുറേ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്ന എല്ലാ ഓർഗനൈസേഷൻസിനെയും ക്രിട്ടിസൈസ് ചെയ്യും, കിട്ടുന്ന എല്ലാ ആളുകളെയും ക്രിട്ടിസൈസ് ചെയ്യും. ഓൻ്റെ ചില കുറച്ച് ആളുകളുണ്ട് അവർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മുക്തതയായി. ഞങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റി പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പേഴ്സണാലിറ്റിയിൽ ഇഷ്യൂസ് സാധ്യതയുണ്ട്. ചിലപ്പോൾ മിസ്ഇൻഫോംഡ് ആയിരിക്കും ആൾ. ബട്ട് എ ലോട്ട് ഓഫ് സച്ച് പീപ്പിൾ മേ ഹാവ് പ്രോബ്ലംസ് ഇൻ ദ പേഴ്സണാലിറ്റി. ടോക്സിക് ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാനും വളരെ കൃത്യമായിട്ട് നോക്കിയുള്ള സാധനമാണത്. അതായത് ഫുള്ളായിട്ട് ഇതിനുള്ളൊരു ഗവൺമെൻറ് IPD സെഷൻ അറ്റൻഡ് ചെയ്ത ഇത്ര ആളുകളുണ്ട്. റേസ് ഹാൻഡ്. IPD ഇസ്ലാമിക് പേഴ്സണൽ കുറേ മുന്നെടുത്തുള്ളൊരു കോഴ്സായിരുന്നു ചെറുയുടെ കീഴിൽ. അതിൽ ഞാൻ ഫസ്റ്റ് സെഷനിൽ ഹൗ ടു ഫൈൻഡ് ഹാപ്പിനെസ്, അതിൽ ഹെഡണിസം ഫിലോസഫിയെ പറ്റി പറഞ്ഞു. അതിനെ ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്തത്. അതായത് യൂറോപ്പിൽ ഹെഡണിസം എന്ന് പറഞ്ഞ ഫിലോസഫി ഉണ്ട്. നമ്മളെന്താണ് അതിനെ ഇസ്ലാം ഹാസ് എ ബെറ്റർ ആൾട്ടർനേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നിട്ട് വലിയൊരു പാരഗ്രാഫ് എനിക്ക് ചെയ്തിട്ടുണ്ട്. വാഫി ഈസ് സ്പ്രെഡിങ് ഫിലോസഫി ആൻഡ് അഹ്ലുൽ കലാം ഇൻ ഹിസ് പ്രസൻറ്റേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഇവരാണ് എഴുതിയത്. അത് പിന്നെ പ്രപ്പോസലായിട്ട് വന്നു. ഞാൻ അടുപ്പിക്കുകയേ ചെയ്തില്ല. അത് ദർ മൈറ്റ് ബി പേഴ്സണാലിറ്റി ഇഷ്യൂസ്. അപ്പോൾ അഖീദയിൽ ദർ ഇസ് നോ കോംപ്രമൈസ്. ഫിഖ്ഹി ആയിട്ടുള്ള ഇഖ്തിലാഫുകളിൽ ലുക്ക് ഫോർ ആസ്പെക്ട്സ്. ഇപ്പോൾ മേജർ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്, മൈനർ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. മേജർ ആയിട്ടുള്ള ആസ്പെക്ട്സിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് വേണ്ട. ചില വിഷയങ്ങൾ ഇഖ്തിലാഫ് തനവ്വുആയിട്ടുള്ള വിഷയങ്ങൾ, ഇഖ്തിലാഫ് തനവ്വുഅ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റഡ് ഇഖ്തിലാഫാത്തുകളാണ്. വലിയ പണ്ഡിതന്മാരുടെ ഇടയിൽ വ്യത്യാസമുള്ള സാധനങ്ങളാണ്. അതിൽ യു ക്യാൻ ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഫ്ലെക്സിബിലിറ്റി. പക്ഷേ ചില വിഷയം ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പോസിബിൾ ആയിട്ടുള്ള വിഷയം പറയാം. നിഖാബിനെയും ഹിജാബിനെയും വിഷയം അത് ഇഖ്തിലാഫുള്ള വിഷയമാണ്. ദ തിങ് ഈസ് രണ്ട് സൈഡിലും വലിയ പണ്ഡിതന്മാരുണ്ട്. നിഖാബിൻ്റെ വിഷയത്തിലും വാജിബാണോ മുസ്തഹബാണ് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ വാജിബാണെന്നുള്ളത് ദർ ഇസ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾ വാജിബാണ് എന്ന് ഫോളോ ചെയ്യുന്നൊരു പെൺകുട്ടിയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ അതും നിങ്ങളുടെ ഫാമിലി മൊത്തം വേറെ ഒപ്പീനിയനാണ്, കൾച്ചർ വേറെയാണ്. അപ്പോൾ ആ കുട്ടി അവിടെ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ട്. ഷി വിൽ ഓൾവേസ് ഹാവ് ടു ബി ഇൻ നിഖാബ്. ഒരു കേസ് വന്നത് ആ പെൺകുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുക. അത് മദറിൻലോക്ക് കണ്ടിട്ട് ഭയങ്കര റിപ്പൾഷൻ. പറയാൻ പറ്റില്ല, ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. രണ്ട് സൈഡിൽ ദേ ഫോളോയിങ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. അപ്പോൾ ആ വിഷയങ്ങളിൽ നിങ്ങളെ കമ്പാറ്റബിലിറ്റി എന്താണോ, നിങ്ങളുടെ ഫാമിലി വാല്യൂസ് എന്താണോ ഒക്കെ നോക്കിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യലാണ് നല്ലത്. ഞാൻ പറഞ്ഞു കോംപ്രമൈസ് ഉള്ള ഏരിയാസ് ഉണ്ട്, പക്ഷേ അക്കതിയായിട്ടുള്ള വിഷയങ്ങൾ കോംപ്രമൈസ് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു നോക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നേരം ലൈക്ക് ഒരു സ്പെസിഫിക് വോട്ട് അല്ല, നമുക്കത് ദീനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു പാതയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. അല്ലാണ്ട് നോക്കുന്നേരം ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ പഠിക്കേണ്ട വിഷയങ്ങളോ അങ്ങനെ ഒരു ഐഡിയ ഇല്ല. നമുക്ക് നമ്മളെന്താണ് ഒരു ഐഡിയ കിട്ടുന്നത്, അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഒരു നല്ല മൈസെൽഫ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഒരു ശരിക്കും ഡ്രിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുമെന്ന് അറിയില്ലേ, വിത്തൗട്ട് എനി ഡയറക്ഷൻ. എങ്ങോട്ടാണെന്ന് പോകുന്നത് അറിയില്ല.
നോ ഒബ്ജക്റ്റീവ്, നോ ഗോൾസ്. അങ്ങനെ ജീവിക്കുന്ന വലിയൊരു പോപ്പുലേഷൻ നമ്മുടെ യൂത്തിലുണ്ട്. ഇറ്റ്സ് എ വെരി സാഡ് റൈറ്റ്. ജാഹിലിയത്തിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അതിൽ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് യുവർ പേർപ്പസ്, ഒന്നാമത്തത് ഖുർആനിലേക്ക് തിരിയുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് തറക്തു ഫീക്കും അംറൈൻ തദല്ലു മാ തമസ്സക്തു ബിഹിമ കിതാബല്ലാഹി വസുന്നത റസൂലി. ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ വിട്ടേച്ച് എന്നിട്ടാണ് പോകുന്നത്. ഇഫ് യു ഫോളോ ദം, ഇഫ് യു സ്ട്രോങ്ലി ഹോൾഡ് ഓൺ ടു ഇറ്റ്, യു വിൽ നെവർ ഡിവീറ്റ്. ഒന്നാമത് ഖുർആൻ, രണ്ടാമത് സുന്നത്തും. സോ ഗോയിങ് ബാക്ക്, എന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് ക്ലിയർ ആവും. ആസ് ലോങ് ആസ് യു ഡോണ്ട് ഹാവ് എ പർപ്പസ്, ഇഫ് യു ഡോണ്ട് ഹാവ് എ വൈ ടു ലിവ്, യു ആർ നെവർ ഗോയിങ് ടു ഹാവ് ദാറ്റ് എനർജി ടു ലിവ്. മാൻ സെർച്ച് ഫോർ മീനിങ് ആരാണ് എഴുതിയത്? ഡോക്ടർ വിക്ടർ ഫ്രാങ്ക്ലിൻ. ആ പുസ്തകം ഞാൻ വയ്ക്കുന്നത് ഈ ലൈബ്രറി വെച്ചിട്ടാണ്. അത് ഹി സേസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. ലോഗോ തെറപ്പി എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. വൈ എന്നുള്ള സാധനം അത് ക്ലിയർ ആയിരിക്കണം ജീവിതത്തിൽ. ഗോൾസ്, ഒരാണ് പ്രത്യേകിച്ച് ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കണം, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, ഞാൻ ആരാവണം എന്നുള്ള പ്ലാൻഡ് ആയിരിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. So if you're feeling that sense of meaninglessness in your life, purposelessness in your life, start with the first question, why am I living? What is the purpose of my life? അങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഉത്തരം അവസാനം ഖുർആനും സുന്നത്തിൽ വരും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഹോൾഡ് ഓൺ ടു ഇറ്റ്. അതിൽ പറയുന്നൊരു പേർപ്പസ് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് വെച്ച് കഴിഞ്ഞാൽ ദെൻ ആഖിറ ബിക്കംസ് യുവർ മൈൻഡ് സെറ്റ്. ആഖിറത്തിന് വേണ്ടി ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളായിട്ട് മാറും. ഇങ്ങനായി മാറിക്കഴിഞ്ഞാൽ the way you perceive your life is going to be very different. The way you deal with other people are going to be very different. So purposeless എന്ന് പറയുന്നത് it is something that comes from ഷൈത്താൻ റജീം. അതിൽ നമുക്ക് മാറി കിടന്നുണ്ടെങ്കിൽ ഖുർആനും സുന്നത്തിലേക്കും തിരിയുക. അത് വെച്ചിട്ട് if you take the first step, then the pathway after that, the steps after that will open, ഇൻഷാ അല്ലാഹ്. ഞാൻ ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി നിർത്തുകയാണ്.